എല്ലാം കേട്ടാകെ ഇൻഫർമേഷൻ ഓവർലോഡായി ഇരിക്കുവാണോ അല്ലേ? അപ്പം ഞാൻ ഈ താഴോട്ട് ഇറങ്ങി വന്നതാണ്, കുറച്ച് നേരിട്ട് തരാമെന്ന്. ഈ ആൻറ്റി ഡ്രഗ് ക്ലാസ് ആണെന്നല്ലേ? എന്ത് ആൻറ്റി ഡ്രഗ് നമുക്ക് ആവശ്യമുള്ളതാണോ? എടാ, നിങ്ങളൊന്ന് ആലോചിക്കുമായിരിക്കും, ഞാൻ ഈ ഡ്രഗ് ഒന്നും യൂസും ചെയ്തില്ല, എൻ്റെ വീട്ടുകാരും ഉപയോഗിക്കുന്നുമില്ല, എൻ്റെ കൂട്ടുകാരും ആരും ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്നെ എന്തിനാ ഇവിടെ പിടിച്ചിരുത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നേ എന്ന് ആലോചിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല എന്നതിനല്ല ഈ ക്ലാസ്. നാളെ നിങ്ങൾ ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനും മാത്രവും അല്ല ക്ലാസ്. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഇത് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്കെന്ത് പറഞ്ഞു കൊടുക്കണം, ഇനി അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആൻറ്റി ഡ്രഗിൻ്റെ ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ? അപ്പം നിങ്ങൾക്കത് ആവശ്യമുള്ളതാണോ? ആണോ? നമ്മളെപ്പോഴും ആരിനി എന്ത് പറഞ്ഞാലും നമ്മളെപ്പോഴും അത് കേൾക്കുക, അല്ലെ നമ്മളെപ്പോഴും അത് ഫോളോ ചെയ്യുക? പറഞ്ഞോ? വെരി ഗുഡ്. ഒരു അനുഭവം വരുമ്പോൾ എന്നാണ് അവൾ പറഞ്ഞത്. അതും ശരിയാണ്. അതിനേക്കാൾ ഉപരി ഒരാവശ്യം വരുമ്പോൾ, അല്ലേ? നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കുമോ? നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യുമോ? നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നിയാൽ നമ്മൾ എവിടെയെങ്കിലും അത് സൂക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കത് ആവശ്യമാണോ ഇല്ലയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഫോൺ ഉപയോഗിച്ചോ ഇതിലിരുന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഫോൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് സമയം നീണ്ടുപോയിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. 1. 2, എപ്പോഴോ ആ സമയത്ത് പെട്ടെന്ന് ഒരു വേവ് കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം കൊണ്ട് അങ്ങ് ചെയ്തു പോയതാ, ചെയ്യണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ശരി. അടുത്തത്, എപ്പോഴോ കൂട്ടുകാരോ ആരോ അളിയാ ചെയ്ത് നോക്ക്, അല്ല എടി ചെയ്യ്, ഞാൻ എല്ലാവരും ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്ന് കറങ്ങാൻ പോകാം, അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ പറയാതിരിക്കാം, അല്ലെങ്കിൽ ഒരു കള്ളം പറയാം, എന്തെങ്കിലും ഡ്രഗ്സോ ആൽക്കഹോളോ ഒന്നുമല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വീട്ടുകാരെയൊക്കെ മറച്ചോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയോ ഒരു സന്തോഷത്തിന് വേണ്ടിയോ നിങ്ങൾക്ക് അധികം താല്പര്യം ഇല്ലെങ്കിലും കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, ഉണ്ടായിരിക്കും. കുറച്ചൊക്കെ ഉണ്ടായിരിക്കാം, കുറച്ചൊക്കെ ഇല്ലായിരിക്കാം. ഐ റെസ്പെക്ട് ദ ആൻസർ. ദെൻ അടുത്തത്, ഒരു തവണ അല്ലേ ഒന്ന് കറങ്ങാൻ പോകാം, ഒരു തവണ അല്ലേ ഒന്നും ആരും അറിയാതെ അവിടെ പോകാം എന്ന് കരുതി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സന്തോഷത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ആൻസർ നിങ്ങൾക്ക് അറിയാം. ഇതിൽ ഞാൻ 4 എണ്ണം ചോദിച്ചതിൽ 2 എണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ യെസ് ആണെങ്കിൽ ദിസ് ക്ലാസ് ഈസ് ഒബ്വിയസ്ലി ഫോർ യു. ബിക്കോസ് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്ന പോലെ എപ്പോഴും നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് തുടങ്ങുന്നു, എല്ലാവരും ഡ്രഗ്സിന് അടിമയാകുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡ്രഗ് ഈസ് ഓൾവേസ് നോട്ട് എ ഡ്രഗ്. നമ്മുടെ ഡ്രഗ് യൂസ് ചെയ്യുന്നതിൽ ആദ്യത്തെ ഡ്രഗ് ഒരിക്കലും ഡ്രഗ് അല്ല. നമ്മുടെ എവിടെയൊക്കെയോ ഉള്ള നമ്മുടെ ചില ശീലങ്ങളാണ്, ചില ഹാബിറ്റുകളാണ്, ചില ചോയ്സുകളാണ്. ആദ്യമൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ചില എക്സൈറ്റ്മെൻറ്റ് കൊണ്ടോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. പക്ഷേ പിന്നീടായിരിക്കാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ പല കാര്യങ്ങളത് ബാധിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളില്ലേ? ഉണ്ടോ? എൻ്റെ കയ്യിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഉറക്കത്തെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു റിമോട്ട് കൺട്രോൾ. അതെനിക്ക് തരുമോ? ഇല്ല അല്ലേ? ആർക്കെങ്കിലും കൊടുക്കുമോ? അത് ആർക്കും കൊടുക്കാതെ പോയി സാറേ, പുറത്ത് പറയാൻ പറ്റുന്ന ചിന്തകളാണോ ഉള്ളതല്ലേ? അങ്ങനെ നമ്മുടെ ചിന്തയൊക്കെ മറ്റൊരാൾക്കൊണ്ട് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഞാൻ ചോദിച്ചത് മറ്റൊരാൾക്ക് അറിയാൻ പറ്റുന്നതല്ല, മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് കൺട്രോൾ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നിങ്ങളത് ആർക്കെങ്കിലും കൊടുക്കുമോ? കേട്ടൂടാ. ഈ 2 ചെവിയും ഒരുമിച്ച് വയ്ക്കാൻ ഞാൻ മെസ്സി അല്ലല്ലോ അല്ലേ? മെസ്സി ഗോൾ അടിച്ചിട്ട് 2 കൈയും ചെവിയിൽ വയ്ക്കുന്ന പോലെ ഉച്ചത്തിൽ പറഞ്ഞോ? ഇല്ല, കൊടുക്കില്ല. അതുപോലെയാണ് മോനെ, നിങ്ങളുടെ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ദ
ഫസ്റ്റ് യൂസേജ് ഇസ് എവരി വൺ ആൻഡ് എവരി വൺസ് ചോയ്സ്. എപ്പോഴും ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ഉപയോഗം അവൻ്റെ ചോയ്സ് ആയിരിക്കും. ബട്ട് ഇവഞ്ച്വലി ഇറ്റ് ടേക്ക് അവേ ദ പവർ ടു ചൂസ്. എപ്പോഴും ആദ്യത്തെ ഉപയോഗങ്ങൾ നിങ്ങളുടെ ചോയ്സ് തന്നെ ആയിരിക്കും. കള്ളം പറയുന്നത്, അല്ലെങ്കിൽ കട്ടെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഫോണിൻ്റെ അഡിക്ഷനിലോട്ട് പോകുന്നത്, ഡ്രഗ്സ് അബ്യൂസ് ആകുന്നത്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം ആദ്യം നമ്മുടെ ചോയ്സ് ആയിരുന്നു. ഒരു തവണയല്ലേ, കൂട്ടുകാരനോടൊപ്പം അല്ലേ എന്നെപ്പോഴും നമ്മുടെ ആദ്യത്തെ ചോയ്സ് ആയിരിക്കും. ബട്ട് ഇവഞ്ച്വലി ദ പവർ ടു ചൂസ് ചെയ്യാനുള്ള പവറിനെ തന്നെ അത് ബാധിക്കും. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ആ റിമോട്ട് കൺട്രോൾ, അങ്ങനെ ഒരു റിമോട്ട് കൺട്രോൾ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുമോ? പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്, അങ്ങനെ ഒരു റിമോട്ട് കൺട്രോളാണ് നമ്മുടെ ബ്രെയിൻ ഹാക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മളുടെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിൻ അർജസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡോപ്പമിൻ ഹാക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡോപ്പമിൻ റഷ് എന്ന് പറയാം. അങ്ങനെ പല പേരിട്ട് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അഡിക്ഷൻ എന്താണ്? ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പം വല്ലതും ഉണ്ടോ? ഈ പലരും പറയുന്നു ഇതൊക്കെ വല്ലാത്തൊരു ഫീലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയാവോ? എന്താ കാരണം? എന്താ? അവരൊക്കെ അറിഞ്ഞു, നമ്മളാരും അറിയരുതെന്ന് അസൂയ കൊണ്ടാണോ? ആണോ? അല്ല. ഇത് മാത്രമല്ല മോനെ, ഈ അഡിക്ഷൻ എന്ന് പറയുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ബ്രെയിൻ ഉണ്ട് അല്ലേ? ഈ ബ്രെയിൻ ആളെങ്ങനെയാണ്? എല്ലാവരും പറയുന്നു വളരെ വളരെ സയൻറ്റിഫിക്കാണ്, വളരെ പവർഫുള്ളാണ്, വളരെ മാജിക്കിലാണ്, എല്ലാം ആണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ബ്രെയിൻ പല സമയങ്ങളിലും ഒരു പാവമാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടനാണ്. എൻ്റെ ബ്രെയിൻ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ ബ്രെയിൻ, അല്ല എൻ്റെ ബ്രെയിൻ മാത്രമല്ല പൊട്ടൻ, നമ്മുടെ എല്ലാ ബ്രെയിനും ചില സമയങ്ങളിൽ ഒരു പൊട്ടനാണ്. എന്ത് നമ്മൾ കൊടുക്കുന്നോ അതിൽ പിടിക്കും. നമ്മൾ എന്ത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താലും അതിൽ കയറി അത് പിടിക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഭക്ഷണ സംസ്കാരം, വസ്ത്ര സംസ്കാരം, ഇതെല്ലാം ബ്രെയിനിലോട്ട് പോകുന്നത് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിൽ പിടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഡിക്ഷൻ ഉണ്ടാകുന്നതും, നിങ്ങളൊരു കാര്യം ആദ്യം സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. പലരും ഈ അഡിക്ഷനൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ ഇവിടെ വെറുതെ ഇരുന്ന് കുറ്റം പറയുന്നത് പോലെയല്ല. ഈ അഡിക്ഷൻ ഉണ്ടായവരെ നമ്മൾ മാറി നിന്ന് കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. അത് ഡ്രഗ്സ് ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ. എപ്പോഴും ഈ ബിഹേവിയർ ആദ്യം തുടങ്ങിയത് ഏതോ ഒരു സ്ട്രെസ്സിനെ മാറ്റിവിടാനായിരിക്കാം. അതല്ലെങ്കിൽ ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗതുകം കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ അവനിൽ എന്തെങ്കിലും ഒരു ഹീറോയിസം വേണമല്ലോ എന്ന് കരുതിയായിരിക്കാം. ബട്ട് അത് ചെയ്തപ്പോൾ ബ്രെയിൻ എന്ത് കിട്ടി? എവിടെയോ ഒരു കൊള്ളാലോ, ഒരു ഫീൽ ഗുഡ് കിട്ടി. അതിനെയാണ് നമ്മളൊരു ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ഡോപ്പമിൻ റിവാർഡ് മെക്കാനിസം എന്നൊക്കെ പറയും. ഞാൻ കൂടുതൽ സയൻറ്റിഫിക്കിലോട്ട് പോകുന്നില്ല. അങ്ങനെ എവിടെയോ നമുക്ക് ഒരു പ്ലഷർ കിട്ടി, ഡോപ്പമിൻ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു? അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയോ ഇല്ലയോ? നിങ്ങൾ പെട്ടെന്നൊരു ഫുട്ബോൾ കളിക്കാൻ പോയി, ഒരു ടർഫിൽ കളിക്കാൻ പോയി, അല്ലെങ്കിൽ പുതിയൊരു ഗെയിം കളിച്ചു. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് കളിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, അത് ബ്രെയിനിലെ ആ ഡോപ്പമിൻ കിട്ടിയതുകൊണ്ടാണ്. ആ ഡോപ്പമിൻ വീണ്ടും വേണമെന്ന് ബ്രെയിനിന് തോന്നും. ആ കാര്യം ചെയ്താൽ ഡോപ്പമിൻ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കത് ചെയ്താലോ എന്ന് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. റിപ്പീറ്റഡ് യൂസ് എന്ന് പറയും. ഇതിലോട്ട് പോകുമ്പോൾ കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ബ്രെയിനിനെ ടോളറൻസ് എന്ന് പറഞ്ഞ സാധനം കൂട്ടും. കുറച്ച് കഴിയുമ്പോൾ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ നിങ്ങൾക്കൊരു 10 മിനിറ്റ് 20 മിനിറ്റ് ഫോൺ മതിയായിരുന്നു. ഇപ്പോൾ 20 മിനിറ്റ് മതിയോ? ഇല്ല. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഒരു 100 MB അല്ലെങ്കിൽ ഒരു 1 GB മതിയായിരുന്നു ഒരു ദിവസം. ഇപ്പോൾ അത് മതിയോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് എപ്പോഴും. നിങ്ങൾ ആദ്യം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് മതിയായിരിക്കും. ഇതൊന്നും നിങ്ങളുടെ ചോയ്സ് അല്ല. ഇതൊക്കെ ബ്രെയിനിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് പ്രോസസ്സാണ്. ഡോപ്പമിൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ടോളറൻസ് കൂടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി കൂടും. ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, 2 അടിക്കുമായിരുന്നു, ഇപ്പോൾ 4 അടിക്കും, 6 അടിക്കുമെന്ന്. അത് അവൻ്റെ കപ്പാസിറ്റി കൂടിയതല്ല, അവൻ്റെ ബ്രെയിനിൻ്റെ ഒരു അതുകൊണ്ട് കിട്ടുന്ന സന്തോഷം പോരാ, കുറച്ച് കൂടുതൽ വേണം, എന്നാലേ ആ സന്തോഷം എത്തുന്നുള്ളൂ. ഡോപ്പമിൻ റഷ് വേണം എന്ന് പറയും. അപ്പോൾ അതിനാണ് ടോളറൻസ് എന്ന് പറയും. നമ്മൾ ഈ കണ്ടിന്യൂസ് ആയി നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് സാധനവും, ഫോൺ ആയിക്കോട്ടെ, ഡ്രഗ്സ് ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, വേപ്പ് ആയിക്കോട്ടെ, ഏത് സാധനവും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നും.
അങ്ങനെ തോന്നുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അതൊക്കെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ആ സാധനത്തിനോടൊരു ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ക്രാവിങ് ഉണ്ടാകുന്നു എന്ന് പറയാം. വീണ്ടും വീണ്ടും വേണം, ഫോൺ വേണം, ഗെയിം കളിക്കണം, എനിക്ക് കാണണം, എനിക്ക് വീണ്ടും അത് യൂസ് ചെയ്യണം എന്നൊരു ക്രാവിങ്, അല്ലെങ്കിൽ പതുക്കെ അതൊരു ഡിപ്പെൻഡൻസി ആകുന്നു. പിന്നെയാണ് അത് അഡിക്ഷനായി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ ആരും അഡിക്ഷൻ ആകാൻ വേണ്ടി തുടങ്ങിയതാണോ? അല്ല. പക്ഷേ ഗ്രാജുവലി ആ സന്തോഷം, ആ ഡോപ്പമിൻ റഷ്, ആ ടോളറൻസ് നമ്മൾ എന്താക്കി മാറ്റുന്നു? അഡിക്റ്റഡ് ആക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് ഒരു ബ്രെയിനിൽ ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നത്. അതല്ലാതെ ഞാനിപ്പോൾ ഒരു തവണ ഉപയോഗിച്ച് എന്താ കുഴപ്പം, 2 തവണ ഉപയോഗിച്ച് എന്താ കുഴപ്പം, ഞാൻ വല്ലപ്പോഴും ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാൻ പോയി എന്താ കുഴപ്പം? വല്ലപ്പോഴും ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഈ വല്ലപ്പോഴും എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഈ ഡോപ്പമിൻ റഷ് കൊണ്ട് പലപ്പോഴും ആയി മാറുന്നു. അവിടെയാണ് നമ്മുടെ എല്ലാ ബ്രെയിനിലും എല്ലാ അഡിക്ഷനും ഉണ്ടാകുന്നത്. ഇനി ചോദിച്ചോട്ടെ, നിങ്ങളിൽ ഈ ടീനേജേഴ്സിൽ എല്ലാവരും പറയുന്നു ഈ ടീനേജേഴ്സിലാണ് ഇത് കൂടുതൽ വരുന്നതെന്ന്. ശരിയാണോ? ഈ അഡിക്ഷൻ ശരിയാണോ? ആണോ അല്ലേ? അത് ചുമ്മാ പറയുന്നതാണോ? എന്തുകൊണ്ടായിരിക്കാം ടീനേജേഴ്സിൽ കൂടുതലായി വരുന്നു? എന്തുകൊണ്ടാകാം? അതിന് മുന്നേ ഞാൻ ചോദിച്ചോട്ടെ, ഇത് സാധാരണ ഈ അഡിക്ഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു? ഡ്രഗ് യൂസേജ്, ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഈ യൂസേജുകൾ ഒരു വ്യക്തിയിൽ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളെല്ലാവരും പറയുന്നത് 1-2 ആൻസർ ഉണ്ടല്ലേ? അല്ലെ നിങ്ങളുടെ പാരൻസ് ഒക്കെ പറയുന്നത്, ടീച്ചേഴ്സൊക്കെ പറയുന്ന ഒരു ആൻസർ എന്താ? എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഈ ഡ്രഗ് യൂസ് ചെയ്യാൻ പോകുന്നത്? എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അവനെ പള്ളു പറയും അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയും? അവൻ്റെ കൂട്ടുകെട്ട് മോശമായതുകൊണ്ടാണ് എന്നല്ലേ പറയുന്നത്? അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല. കൂട്ടുകെട്ട് മോശം പോകുമ്പോഴാണ് ഒരു കുട്ടി ഡ്രഗ് യൂസ് ചെയ്യാൻ പോകുന്നത്. ശരിയാണോ? എത്ര പേര് എന്നോട് യോജിക്കുന്നു? കൈപൊക്കിയേ. അത് തെറ്റാണെന്ന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലാന്ന് നീ കൈപൊക്കിയേ. ഓ, രണ്ടിനും ഇല്ലേ? ഞാൻ ചോദിക്കുന്നു, ഈ കൂട്ടുകെട്ട് മോശമായത് കൊണ്ടാണ് ഒരാൾ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. വളരെ വളരെ സയൻറ്റിഫിക്കായും ശരിയായ ഒരു ഉത്തരവാണ് നിങ്ങൾ പറയുന്നത്. ഒരിക്കലും ഒരു കുട്ടി ഒരു കൂട്ടുകെട്ട് മോശമായതുകൊണ്ടല്ല, മറ്റ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു കുട്ടി ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ 3 കാരണങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്: ബയോ, സൈക്കോ, സോഷ്യൽ റീസൺസ്. ഇതിൽ ബയോളജിക്കൽ നമുക്ക് അധികം നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് മാറ്റി നിർത്താം. അതല്ലെങ്കിൽ അത് ജന്മന വരുന്നതും ജനറ്റിക്കും, ADHD, ഇമ്പൾസിവിറ്റി, അങ്ങനെ പല കാര്യങ്ങളാണ്. നിങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട 2 കാരണങ്ങൾ സൈക്കോളജിക്കൽ റീസണും സോഷ്യൽ റീസണും. സൈക്കോ സോഷ്യൽ റീസണാണ് കുട്ടികളിൽ, ടീനേജേഴ്സിൽ പ്രധാനമായും ഒരു 90% ഡ്രഗ് യൂസിന് കാരണമാകുന്നത്. ഈ സൈക്കോ റീസൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണോ? അവൻ ശരിയല്ലാത്തതുകൊണ്ട്? അവന് ബുദ്ധിയില്ലാത്തതുകൊണ്ട്? ബുദ്ധിയുള്ളവർ, നല്ല ഐക്യമുള്ളവർ, നല്ല ഇൻ്റലിജൻസ് ഉള്ളവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ അല്ല എന്ന് പറയും അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ആ ബോധം നിങ്ങൾക്കുണ്ട് അല്ലേ? അപ്പോൾ എപ്പോഴും സൈക്കോളജിക്കൽ റീസണുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മോനെ, ഒരാൾ അവരുടെ സേ നോ ടു ഡ്രഗ് എല്ലാ ക്യാപ്ഷനും പറയാറില്ലേ? അപ്പോൾ പറയാൻ വളരെ എളുപ്പമാണ് അല്ലേ? സേ നോ ടു ഡ്രഗ്, ഡ്രഗിനോട് നോ പറയൂ. സത്യത്തിൽ ഡ്രഗിനോട് നോ പറയാൻ എപ്പോഴും നമുക്ക് കഴിയണമെന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടികൾ കഴിയാത്തത് കൊണ്ടാണ്. കഴിയേണ്ടതാണ് കേട്ടോ, തീർച്ചയായും നോ പറയണം. ആ നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? എപ്പോഴും ഒരു കുട്ടി സൈക്കോ റീസൺസ് എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ചിലപ്പോൾ വീട്ടിൽ ഒരുപാട് പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവൻ അത്ര പോരാ എന്ന ചിന്തയായിരിക്കാം. അവൻ്റെ ലൈഫിൽ എപ്പോഴും ഭയങ്കരമായുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കാം, അവൻ ഇൻസെക്യൂർ ആയിരിക്കാം, അവനെപ്പോഴും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരിക്കാം, ഡിപ്രഷൻ ഉണ്ടായിരിക്കാം, അവനെപ്പോഴും ആരും അവനെ കൂട്ടുകൂടുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടായിരിക്കാം. ഇനി അവൻ്റെ ഉള്ളിൽ ഒരു ഹീറോ ആകണം, ഒരു ഹീറോയിസം കാണിക്കണം. ഹീറോയിസം കാണിക്കണമെങ്കിൽ നമ്മളും ഇച്ചിരി ഡ്രഗ്സും ഇതും എല്ലാം ഉപയോഗിക്കണം എന്നുള്ള ചിന്തയായിരിക്കാം. ഈ സൈക്കോ റീസൺസും കൂടെ കൊണ്ടാണ് ഒരാൾ ചിലപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതെപ്പോൾ ഞങ്ങൾ പറയുന്നത് സയൻറ്റിഫിക്കിലേക്ക് പറയുവാണെങ്കിൽ ഒരു ഐസ്ബർഗ് തിയറി എന്ന് പറയും. നമ്മളൊരു കുറച്ച് ഭാഗം മാത്രം വെളിയിൽ കാണുന്നു, ബാക്കി ഒരുപാട് ഭാഗം അടിയിലാണ്.
ഈ സമൂഹം കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത്, അങ്ങനെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കാണുന്ന എന്താണ്? അവരുടെ ദേഷ്യം, അവരുടെ ഇമ്പൾസിവിറ്റി, അവരുടെ വലിച്ചെറിയുന്നു, ബോധമില്ലാതെ നടക്കുന്നു, അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അവർ ആൽക്കഹോളിന് അഡിക്റ്റഡ് ആകുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? ഇതിൻ്റെ അടിഭാഗത്തുള്ളതാണ്. ഈ ടൈറ്റാനിക് സിനിമ കണ്ടില്ലേ? കണ്ടോ? ടൈറ്റാനിക് കണ്ടിട്ടില്ലേ? കണ്ടു. ടൈറ്റാനിക്കിൽ പോയി ഇടിച്ചത് എവിടെയാണ്? ഇടിച്ച് അത് കൊളാപ്സ് ആവാൻ കാരണം എന്താ? ആ മുകളിലുള്ള മഞ്ഞാണോ? അല്ല, അടിയിലുള്ളതാണ്. അതാണ് ഈ സൈക്കോ റീസൺസ് എന്ന് പറയുന്നത്. ഒരു ഡ്രഗ്സിന് ഒരാൾ വിധേയമാകാൻ, ഒരു ഡ്രഗ്സിന് അഡിക്ഷൻ ആകാൻ കാരണം ഈ പുറമേ കാണുന്ന അവൻ്റെ വൃത്തിയില്ലായ്മ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അവൻ്റെ ഉഴപ്പ്, ഇതല്ല. അതിൻ്റെ അടിയിൽ കുറേ കാരണങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി. അവന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവൻ്റെ ദേഷ്യങ്ങളെ, അല്ല അവൻ്റെ വാശിയെ, അല്ല അവൻ്റെ ആഗ്രഹങ്ങളെ. അവനത് വേണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ത്വരയെ. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ ബലഹീനതകൾ കൊണ്ടാണ് അവൻ ഡ്രഗ്സിലോട്ട് പോയത്. അതല്ലാതെ മനഃപൂർവ്വമായിട്ടുള്ള അവൻ്റെ ചോയ്സ് കൊണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവിടെയാണ് ദ ഫസ്റ്റ് ഡ്രഗ് ഈസ് ഓൾവേസ് നോട്ട് എ ഡ്രഗ്. ഒരു ഡ്രഗ് ആദ്യമായി ഉപയോഗിച്ചത് ആ ഡ്രഗായിട്ടല്ല, ഇത്തരത്തിലുള്ള ഈ സ്വഭാവ രീതികളാണ് ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ വ്യക്തിത്വ രീതികളാണ്. ഈ വ്യക്തിത്വ രീതികളുള്ള വ്യക്തി നാളെ ഒരു സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കൂട്ടുകാരനോ, അവിടെ ഒരു ചേട്ടനോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വാ നമുക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയാലോ അല്ലേ എന്ന് കരുതിയാണ് ആദ്യം ഉപയോഗിക്കാൻ പോയത്. ഉപയോഗിച്ച് നോക്കിയപ്പോൾ എന്തുണ്ടായി? എന്തൊക്കെയോ ഉണ്ടായി അല്ലേ? ഒരു ഇടി വെടി പുക എന്ന് പറയുന്ന പോലെ മൊത്തത്തിലൊരു ഒരു ഡോപ്പമിനെ കിട്ടി. അത് കിട്ടും, കാരണം അത് നേരിട്ട് ബ്രെയിനിനെ ബാധിക്കുന്നതുകൊണ്ട് എയറിലായിരിക്കും. ആ എയറിലായപ്പോൾ എവിടെയോ അവൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊരു ബോധമില്ലാതായി മാറി. അപ്പോൾ എവിടെ ഒരു ആശ്വാസം കിട്ടിയെന്ന ധാരണയിലാണ് വീണ്ടും 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 ഉപയോഗിക്കുന്നത്. പക്ഷെ അവൻ്റെ പ്രശ്നം മാറിയോ? പ്രശ്നം മാറിയില്ല. അതാണ് സൈക്കോളജിക്കൽ റീസൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ഒരു വ്യക്തി ഉപയോഗിക്കാം. ഇനി അടുത്ത് വേറൊരു റീസണാണ് സോഷ്യൽ റീസൺ. അതെന്താ? അതിന് വേറൊരു തിയറി പറയുന്നു, റെഡ് കേജ് തിയറി നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഒരു എലിയെ നമ്മളൊരു കൂട്ടിലിട്ടു. ഒരു കൂട്ടിലിട്ടൊരു എക്സ്പെരിമെൻ്റ് നടത്തി. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് നടത്തിയ സമയത്ത് ആ എലിക്ക് എന്ത് ചെയ്തു? ഒരു കുപ്പിയിൽ വെള്ളവും കൊടുത്തു, മറ്റേ കുപ്പിയിൽ ഡ്രഗ്സും കൊടുത്തു. എലി അത് കുടിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഇത് കുടിച്ചിട്ട് ഇച്ചിരി കിക്ക് കിട്ടി, ഇച്ചിരി ഓടി ചാടിയൊക്കെ നടന്ന എലി ആയതുകൊണ്ട് വീണ്ടും 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 ഏത് കുടിച്ചു? നല്ല വെള്ളം കുടിച്ചോ? ഡ്രഗ്സ് കുടിച്ചോ? ഡ്രഗ്സ് കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എലി ചത്തു. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ഈ ഡ്രഗ്സിൻ്റെ പിന്നാലെ പോകാനുള്ള ആ എലിയുടെ ത്വര അതിനാണ് കൂടുതൽ പോകുന്നത്. എലി മോശമായതുകൊണ്ടാണോ? അല്ല, അത് ആ ബ്രെയിനിനെ എവിടെയോ ഡോപ്പമിൻ ബൂസ്റ്റ് കൊടുത്തു. അപ്പോൾ അത് ശരിയാണെന്ന് തെറ്റിദ്ധാരണ കൊണ്ട് എലി എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും ഉപയോഗിച്ചു. അത് എലിയെ ജീവൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇത് ഒരു ആസ്പെക്റ്റ്. വേറൊരു ആസ്പെക്റ്റിൽ പിന്നെ അതേ എലിയെ വേറൊരു എലി എന്ത് ചെയ്തു? വേറൊരു കൂട്ടിൽ ഈ പറയുന്ന കെമിക്കലും വെച്ചു, ഈ പറയുന്ന ഡ്രഗ്സും വെച്ചു, വേറെ കുറേ കളിപ്പാട്ടങ്ങളും രസമായി കളിക്കാനും ഉള്ള ടോയ്സും കാര്യങ്ങളും ഫണലും അതെല്ലാം വെച്ചു. അപ്പോൾ ആ എലി എന്ത് ചെയ്തു? ഒരു തവണ ഇത് യൂസ് ചെയ്തു. പിന്നെ കുറച്ച് ശേഷം മറ്റു കാര്യങ്ങളിലോട്ട് പോയപ്പോൾ ആ കളിക്കാനും ഓടാനും ചാടാനൊക്കെ ഉള്ള കാര്യം കേട്ടപ്പോൾ പിന്നെ എലി അതിലോട്ട് കൂടുതലായി പോയി. ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ്. അവിടെയാണ് ഞാൻ ഈ സോഷ്യൽ റീസൺ പറയുന്നത്. സേ നോ ടു ഡ്രഗ് എന്നതിനേക്കാൾ ഉപരി സേ യെസ് ടു സംതിങ് എൽസ്. നിങ്ങൾ എവിടേക്കോ പലതിനോടും നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. ആ കൂടാണ് കാരണം, ആ മദ്യമല്ല കാരണം എന്നാണ് ആ സയൻസ് പറഞ്ഞത്. എന്നാൽ എന്തെന്ന് വെച്ചാൽ ആ കൂട്ടിലെ മദ്യമല്ല, പകരം മറ്റ് ചില സൗകര്യങ്ങൾ, മറ്റ് ചില സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് ഇല്ലാതെ പോകുന്നതും കൂടെ കൊണ്ടാണ് ആ വ്യക്തി എന്തായി മാറുന്നത്? ഈ അഡിക്ഷൻ ഉണ്ടായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം അയാൾക്ക്? കൂട്ടുകാർ വേണം, അവന് കളിക്കാനുള്ള സാഹചര്യങ്ങൾ വേണം, അവന് നല്ലൊരു ഫാമിലി എൻവയോൺമെൻറ്റ് വേണം, അവന് നല്ല രീതിയിൽ എല്ലാത്തിനും ആസ്വദിക്കാൻ കഴിയണം, അവന് സപ്പോർട്ട് ചെയ്യാൻ, അവൻ്റെ കുറവുകളെയും
അവൻ്റെ കഴിവില്ലായ്മകളെയും മനസ്സിലാക്കി കളിയാക്കാനോ ഒറ്റപ്പെടുത്താനോ അല്ലാതെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള നല്ല സുഹൃത്തുക്കളുണ്ടാകണം. ഇനി അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല ഒരു അപ്പനുണ്ടാകണം, അമ്മയുണ്ടാകണം. വീട്ടിൽ വന്നിരുന്നുകൊണ്ട് വിഷമം പറയാൻ ഒരു നല്ല സഹോദരനോ സഹോദരിയോ ഉണ്ടാകണം. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമ്മൾ ചെയ്താലും പോട്ടളിയാ കുഴപ്പമില്ല എന്ന് പറയാൻ ഒരു സുഹൃത്തെങ്കിലും വരണം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്തതും സോഷ്യൽ റീസണാണ് ഒരു വ്യക്തിക്ക് ഈ പറയുന്ന മദ്യമോ മൊബൈലോ ഡ്രഗ്സോ ഏത് അഡിക്ഷൻ ഉണ്ടാകാൻ. പലപ്പോഴും പല കാരണങ്ങൾ ഈ സോഷ്യൽ റീസൺ എന്ന് പറയുന്നത് ഫാമിലി എൻവയോൺമെൻ്റ് ആയിരിക്കാം, വഴക്കും ബഹളവും എല്ലാം ആകുന്ന അടിയും ബഹളമുള്ള ഒരു ഫാമിലി കുടുംബത്തിൽ നിന്നായിരിക്കാം വരുന്നത്. ചിലപ്പോൾ അപ്പൻ അതൊക്കെ ഉപയോഗിക്കുന്നത് കണ്ട് വളരുന്നതായിരിക്കാം. ഈ കാരണങ്ങളെല്ലാം ഒരാളെ മദ്യത്തിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്സിലോട്ട് ലീഡ് ചെയ്യാൻ കാരണമാകാം. മനസ്സിലായോ? അപ്പോൾ അത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടോ അതോ അവൻ്റെ വളർത്തുദോഷം കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ട് മോശമായത് കൊണ്ട് മാത്രമല്ല, ഈ സൈക്കോ സോഷ്യൽ റീസൺ കൊണ്ടാണ് ഒരു വ്യക്തി പോകുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ ടീനേജേഴ്സിൽ കൂടുതലായി ഈ അഡിക്ഷൻ ഉണ്ടാകാൻ കാരണം എന്താ? ഒന്ന് സ്പീഡപ്പ് ചെയ്ത് പറയാം, ടൈം കുറവാണ്. ഒന്ന്, ഈ ടീനേജേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജിൽ ബ്രെയിൻ ഡെവലപ്പ് ആയോ? ബ്രെയിൻ അണ്ടർ കൺസ്ട്രക്ഷനാണ്, എപ്പോഴും പണി നടക്കുന്നേ ഉള്ളൂ. പണി തീർന്നോ? പണി തീരാത്ത റോഡിൽ കൂടി നമ്മൾ വണ്ടി ഓടിക്കാൻ സമ്മതിക്കോ? ഇല്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ബ്രെയിനിൽ അണ്ടർ കൺസ്ട്രക്ഷനാണ്, ഇതുവരെ പണി തീർന്നിട്ടില്ല. ഒരു 22-23 വയസ്സെത്തണം ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഒക്കെ പരിപൂർണ വളർച്ച എത്തണമെങ്കിൽ. അതുവരെ നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും യുക്തി ഉണ്ടാകില്ല, റാഷണാലിറ്റി ഉണ്ടാകില്ല, ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ടാകില്ല, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ടാകില്ല, റീസണിങ് ഉണ്ടാകണമെന്നില്ല. ഇതൊന്നും ഉണ്ടാകണമെന്നില്ല, നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങളുടെ ബ്രെയിനിൽ ആ ഒരു ഭാഗം പരിപൂർണ വളർച്ച എത്താൻ ആ ഒരു പ്രായമെത്തും. അതുവരെ എന്ത് ചെയ്യും? അതുവരെ അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പല ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്നു, നിങ്ങളിൽ ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ്. ശരിയാണോ? കാരണം നിങ്ങളിൽ നോവൽറ്റി സീക്കിംഗ് എന്ന് പറയും, പുതുമ. എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ്, പുതിയ കാര്യം കാണണം, പുതിയ കാര്യം കേൾക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ഇല്ലേ? അതില്ലാത്തതുകൊണ്ടാണോ വീണ്ടും അടുത്ത റീലായിട്ട് ഓടിച്ചു വിടുന്നത്, അല്ലേ? സോ എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, കാണാനുണ്ടോ എന്ന ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ആ നോവൽറ്റി, ഈ ക്യൂരിയോസിറ്റി കൂടുന്നതുകൊണ്ടാണ്. ആ ക്യൂരിയോസിറ്റി ഉള്ളതിനെ നമ്മൾ സയൻസിൽ പറയും ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്ത് നോക്കിയാലോ എന്ന് നോക്കാനുള്ളൊരു കൗതുകം വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ പറയുന്നു, ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു, ജയകൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്, സൈക്കോളജിസ്റ്റാണ്. എടാ, ഞാൻ മുട്ടയടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആലോചിക്കുക, ഞാൻ കംപ്ലീറ്റ് മുട്ടയടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കരുത്, വിചാരിക്കരുത്. ഇപ്പം തന്നെ വിചാരിച്ചില്ലേ? ഇല്ലേ? അതാണ് ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂരിയോസിറ്റി കൂടും. അതെന്താ ചെയ്യരുത്, അത് കൊള്ളാലോ, അപ്പോൾ ചെയ്ത് നോക്കിയാലോ, ഈ കൗതുകം നിങ്ങൾക്ക് കൂടുതലാണ്. ഇത് നമ്മുടെ ടീനേജേഴ്സിൽ ഈ മദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ അബ്യൂസ് കൊണ്ടുവരാൻ പ്രധാന കാരണം ഈ ക്യൂരിയോസിറ്റി കൂടുക എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നോവൽറ്റി എക്സ്പീരിയൻസ് കൂടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ നിങ്ങളിൽ അടുത്ത കാരണം ഈ പിയർ പ്രഷർ വളരെ കൂടുതലാണ്. കാരണം ഈ ടീനേജേഴ്സിൽ നിങ്ങളിലാണ് കൂട്ടുകൂടണം, നീഡ് ടു ബിലോങ്ങിങ് എന്ന് പറയും. എല്ലാവരോടും കൂട്ടുകൂടാൻ, എല്ലാവരുടെ കൂടെ ഒത്തുചേരാൻ, ഒരാൾ പോലും എന്നെ റിജക്റ്റ് ചെയ്യരുത് എന്ന ഫിയർ ഓഫ് റിജക്ഷൻ, ഇതൊക്കെ ഈ അഡോളസൻസ് സ്റ്റേജിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? എല്ലാവരും വന്ന് എടാ വാ നമുക്ക് ചെയ്യാം, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമുക്കും പോകാം, എടാ ആ സിനിമയിൽ അവരൊക്കെ ചെയ്തല്ലോ, വാഴ 1 അവർ ചെയ്തില്ലേ, വാഴ 2 അവർ ചെയ്തില്ലേ. അങ്ങനെ സിനിമയെ ഞാൻ പറയുമല്ല, ഏതെങ്കിലും കണ്ടിട്ട് അത് കണ്ടാൽ അതുപോലെ ചെയ്യാൻ നമുക്ക് സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ഈ പിയർ പ്രഷർ വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നിങ്ങളുടെ അച്ഛനൊരു കൂട്ടുകാരെ വന്ന് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ചെയ്യാമെന്ന് പറയും, പക്ഷെ ചെയ്യില്ല, അല്ലേ? കാരണം നിങ്ങളുടെ ഏജിലാണ് ഈ പറയുന്ന പിയർ പ്രഷർ വളരെ കൂടുന്നത്. നിങ്ങൾക്ക് കൂട്ടുകൂടാനും ഇടപെടാനും അവരുടെ സപ്പോർട്ട് കിട്ടാനും കുറച്ച് കൂടുതൽ എൻജോയ് ചെയ്യാനും എക്സൈറ്റഡ് ആകാനും നിങ്ങൾക്ക് വളരെ ത്വര കൂടുതലാണ് ഈ ഏജിൽ. അപ്പോൾ അതുകൊണ്ടും എന്ത് ചെയ്യാം,
ഈ പിയർ പ്രഷർ നിങ്ങൾക്ക് വളരെയേറെ കൂടാം. ആ പിയർ പ്രഷർ, ഒരാൾ പറഞ്ഞു വാ അളിയാ ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ല വാടി നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ, ഒരു ബിയർ അല്ലേ അടിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതുപോലെ റിസ്ക് ടേക്കിംഗ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. കാരണം എന്താ? നിങ്ങളൊരു പുതിയ സ്പോർട്സ് കാർ വാങ്ങി. പുതിയ സ്പോർട്സ് കാർ എങ്ങനെയായിരിക്കും? നല്ല സ്പീഡൊക്കെ കാണും, നല്ല എൻജിനായിരിക്കും, നല്ല സ്പീഡായിരിക്കും. പക്ഷേ ആ സ്പോർട്സ് കാറാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അതിൽ ബ്രേക്ക് പതുക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്താ ഉണ്ടാവുക? അതെവിടെയെങ്കിലും പിടിക്കും അല്ലേ? കാരണം നിങ്ങളുടെ ബ്രെയിൻ എന്താണ്? അണ്ടർ കൺസ്ട്രക്ഷനാണ്, പണി നടക്കുന്നേ ഉള്ളൂ, ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ ഒരു കാര്യത്തിന് പെട്ടെന്ന് പോയി നോ പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് ഈ റിസ്ക് ടേക്കിംഗ് നിങ്ങൾക്ക് കൂടുതലായിരിക്കുമെന്നാണ് പുറത്തോട്ട് വരിക. പക്ഷേ ആക്ച്വലി നിങ്ങൾ റിസ്ക് ടേക്കിംഗ് അല്ല കൂടുതൽ. നിങ്ങൾ ആ കാര്യം ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നതാണ്. ആ സ്കില്ല് നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതേ പ്രശ്നമുള്ളൂ. റിസ്ക് എടുക്കുന്നു എന്നുള്ളതല്ല. ആ കാര്യം ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു കൗതുകം കൊണ്ടോ പിയർ പ്രഷർ കൊണ്ടോ ചെയ്തു തുടങ്ങുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളുടെ ഏജിൽ നിങ്ങളുടെ ബ്രെയിനിന് സാധിക്കുന്നില്ല. ഇതിനെയാണ് പുറത്തുള്ളവർ കാണുന്നു, ഇവർക്ക് വളരെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുതലാണ്, അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, വരും വരായികൾ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ അറിയുന്നില്ല. എന്നാൽ വലിയവരാകുമ്പോഴോ, നിങ്ങളുടെ അച്ഛനമ്മയ്ക്കാണെങ്കിലോ, അവരാദ്യമേ പറയും അല്ലേ, വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകരുതെന്ന്, നമ്മളെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകരുത് എന്ന് ആദ്യമേ നിന്നു അവർ തന്നെ ചിന്തിച്ച് അവർ ചിലപ്പോൾ മാറി നിൽക്കുന്നു. പക്ഷെ നമ്മളാണെങ്കിലോ, ചെയ്ത് നോക്കാലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യൂരിയോസിറ്റി കൂടുന്നത് കൊണ്ട്, പുതുമ തേടുന്നത് കൊണ്ട്, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുതലുള്ളത് കൊണ്ട്, പിയർ പ്രഷർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തോട്ട് ചെയ്തു നോക്കുന്നു. അതുകൊണ്ടാണ് ടീനേജേഴ്സിൻ്റെ വളരെ കൂടുന്നത്. പിന്നെ നിങ്ങളിൽ ഒരു ഇല്യൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറയും, അല്ലെങ്കിൽ ഐഡിയലൈസേഷൻ കൂടുതലാണ്. ഒരു സിനിമ കണ്ടാൽ, KGF കണ്ടാൽ നിങ്ങൾ ആരാണ്? KGF കണ്ടാൽ നിങ്ങൾ ആരാണ്? റോക്കി ബൈ ആണ്. ആ സിനിമ കണ്ട് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ നിങ്ങൾ ആരാണ്? റോക്കി ബൈ ആണ്. അതോ ആ സീനിലെ ഒരു പാവം കളവനാണോ? അല്ല. ബാഹുബലി കണ്ടാലോ, വിജയുടെ സിനിമ കണ്ടാലോ, നമ്മൾ വിജയാണ് അല്ലേ? അതിനാണ് നമ്മൾ ഐഡിയലൈസേഷൻ എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടാൽ, ഒരു വളരെ നമുക്ക് ഫാൻറ്റസി എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടാൽ നമുക്കതാണ്, അല്ലെങ്കിൽ നമ്മളതാകാൻ ആഗ്രഹിക്കും. എപ്പോഴും എല്ലാ മനസ്സിലുണ്ട് മോനെ, ടീനേജേഴ്സിൽ മാത്രമല്ല. ഇപ്പോൾ എൻ്റെ പ്രായമുള്ളവരിലും ഏത് കാര്യം കാണുമ്പോഴും അതുപോലെ ആകണമെന്നുണ്ട്. പക്ഷേ അതാണോ നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഇതാണ് ഐഡിയൽ സെൽഫ്. നമ്മൾ ആയിരിക്കുന്നൊരു കാര്യമുണ്ട്, അതാണ് റിയൽ സെൽഫ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. ഒന്നുകൂടി പറയട്ടെ, ഐഡിയൽ സെൽഫും റിയൽ സെൽഫും. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആകണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന, നമ്മളെ എക്സൈറ്റിംഗ് ആക്കുന്ന ഒരു സെൽഫ് ഉണ്ടാവും. അങ്ങനെ ആയാൽ കൊള്ളായിരുന്നു, ഇങ്ങനെ ആയാൽ കൊള്ളായിരുന്നു. ഇതാണ് ഐഡിയൽ സെൽഫ്. റിയൽ സെൽഫ് എന്താണ്? യഥാർത്ഥം നമ്മുടെ സെൽഫ് ഒരു വിലയും ഇല്ല, ഒരു കാര്യവും ഇല്ല, എല്ലായിടും ഇങ്ങനെയാണ്, പോയിരുന്ന് പഠിക്കണമെന്ന് ഓടിച്ചു വിടുന്നു. പക്ഷേ നിങ്ങളുടെ ടീനേജേഴ്സിൽ ഈ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെയാ എപ്പോഴും നിൽക്കുക? റിയലിലാണോ? നിങ്ങൾ ഈ ഐഡിയൽ സെൽഫിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് പ്രായം കഴിയുമ്പോൾ, ഒരു 18-20 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കും? റിയൽ സെൽഫിലോട്ട് കുറച്ച് നിൽക്കും. ഈ ഏജിൽ നമ്മൾ കൂടുതലും എന്താണോ നമ്മളാകണം എന്നാഗ്രഹിക്കുന്നത് ആ സെൽഫിലായിരിക്കും നമ്മൾ എപ്പോഴും നിൽക്കുക. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും വഴക്ക് പറയുമ്പോൾ, വീട്ടിൽ പോയി കയറുമ്പോൾ, എന്തെങ്കിലും കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? കാരണം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നേ? ഈ ഐഡിയൽ സെൽഫിലാണ്. ഞാൻ റീലൊക്കെ കണ്ട് സൂപ്പറായിട്ടൊക്കെ ഇങ്ങനെ മനസ്സിൽ എന്നെ തന്നെ സൂപ്പറായി കണ്ട് ഇച്ചിരി മോട്ടിവേഷനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് അമ്മ വന്ന് പോയി ഉള്ളി അരിഞ്ഞ് വയ്ക്കടി, പോയി ആ തുണി കഴുകടി, നിനക്ക് നാർന്നു പോയി കുളിച്ചൂടടി എന്നൊക്കെ ചോദിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഈഗോ എന്തായി? ഞാൻ ഐഡിയൽ സെൽഫിലെ റോക്കി ബൈ ആയിട്ട് ബാഹുബലിയായിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് അച്ഛൻ വന്ന് പറയുന്നത്, പോയി വിറക് വെട്ടടാ, കടയിൽ പോയി മണ്ണെണ്ണ വാങ്ങിച്ചിട്ട് വേടാന്ന്. റോക്കി ബൈ വാങ്ങിക്കുവോ? ബാഹുബലി പോവോ? വിജയ് അത് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ്? ഈ ഐഡിയൽ സെൽഫിലാണ്. അപ്പോൾ ഈ റിയൽ സെൽഫിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം?
ഈ ഡ്രഗ്സൊക്കെ നമ്മളെ കൂടുതലായി സ്വാധീനിക്കാൻ കാരണമാകാം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇനി അപ്പം ഇങ്ങനെയെല്ലാം വരുന്നു, നിങ്ങളുടെ റോൾ എന്താണ് ഈ ഡ്രഗ് കൺട്രോളിങ്ങിൽ അല്ലെങ്കിൽ ഡ്രഗിനെ യൂസേജുകളെ നിയന്ത്രിക്കുന്നതിൽ? നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ നാളെ ഉപയോഗിക്കുമോ? എന്തുകൊണ്ടില്ല? മോനെ, ഒരാൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ യു ഷുഡ് ഗിവ് മി ദ റീസൺ വൈ. കാരണം ഉപയോഗിക്കാത്തതും നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലാണോ? പക്ഷെ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡിസിഷൻ, അല്ലേ? ആ സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്കുണ്ടാകണം. അതെന്താണ്? അവിടെയാണ് നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യാൻ പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുക, അല്ലെങ്കിൽ സമൂഹം വിശ്വസിക്കുക. നിങ്ങൾക്ക് ആക്ച്വലി വേണ്ട ട്രെയിനിങ് ഇതിനെപ്പറ്റിയുള്ള അവബോധം മാത്രമല്ല, നാളെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങളുടെ ബിൽഡിംഗ് സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാകണം. ഗോളെന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹമാണോ? ആഗ്രഹമാണ്. പക്ഷെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള പ്ലാനും കൂടി വരുമ്പോഴേ ഗോളാവും. എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷ് എന്നാണ്. ഒരു ഗോൾ ഒരിക്കലും പ്ലാൻ ഇല്ലാതെ ഗോളാകില്ല, അതൊരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾ ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിങ്ങളെ പറ്റിയുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ഞാൻ എന്തായി തീരണം എന്നുള്ള നിങ്ങളുടെ ഒരു ധാരണ ഉണ്ടാകണം, അല്ലേ? ഇനി മുന്നോട്ട് വീണ്ടും ഇതുപോലെ പലരും സ്വാധീനിക്കാൻ വന്നാൽ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയത് ഇത് കൺട്രോൾ ചെയ്യാൻ? നമ്മളതിനെ ഹോൾട്ട് എന്നൊക്കെ പറയും. ഇനി ഒരു കൂട്ടുകാരൻ നിങ്ങൾ വന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കാൻ തോന്നിയാൽ, അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലും തോന്നിയാൽ, നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. ഹോൾട്ട് എന്ന് പറയും, HALT. H എന്ന് പറയുന്നത് ഹംഗ്രി. പലപ്പോഴും തെറ്റായി നമ്മൾ തീരുമാനം എടുക്കുന്നത് ഈ 4 കാര്യങ്ങളുടെ സിറ്റുവേഷനിലായിരിക്കും. H എന്ന് പറയുന്നത് ഹംഗ്രി, വിശപ്പുണ്ടാകുമ്പോൾ പലരും ചിലപ്പോൾ മോഷ്ടിക്കും, അങ്ങനെയുള്ള മോഷ സ്വഭാവങ്ങൾ കാണിക്കും. A എന്ന് പറയുന്നത് ആംഗ്രി. ഹോൾട്ട്, HALT, ഹംഗ്രി ആയിരിക്കുമ്പോൾ. A എന്ന് പറയുന്നത് ആംഗ്രി ആയിരിക്കുമ്പോൾ. L എന്ന് പറയുന്നത് ഒറ്റപ്പെടുമ്പോൾ, ലോൺലി ആയിരിക്കുമ്പോൾ, ആരും ഇല്ലാന്ന് തോന്നുമ്പോൾ. T എന്ന് പറയുന്നത് ടയേർഡായിരിക്കുമ്പോൾ. നിങ്ങൾ ആ 4 കാര്യം കൊണ്ടാണോ ഇത് വേണം എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത് ആ 4-ൽ ഏത് കാര്യമാണ് എന്നതിനെയാണ്, അല്ലാതെ ഡ്രഗിനെ അല്ല ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വീണ്ടും അതുപോലെ സാഹചര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സ്വയം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡൾട്ട് ഫ്രണ്ടിന് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. മേ ബി അത് അച്ഛനാകാം, പേരൻ്റാകാം, ടീച്ചറാകാം, ഇവിടുത്തെ സ്കൂൾ കൗൺസിലറാകാം, സൈക്കോളജിസ്റ്റ് ആകാം. എപ്പോഴും അങ്ങനെ ഒരു അർജസ് വന്നാൽ അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വേണ്ട സേവനങ്ങൾ എടുക്കുക. ഓക്കെ? ഇനി നിങ്ങളൊരു കൂട്ടുകാരൻ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വേഗം വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളൊരു കൂട്ടുകാരൻ ഇത് ഉപയോഗിക്കുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയി പറഞ്ഞു കൊടുക്കും, അല്ലേ? പറഞ്ഞു കൊടുക്കണോ? പറഞ്ഞു കൊടുക്കണ്ടേ? അവന് പറഞ്ഞു കൊടുക്കണം ആദ്യം, അല്ലേ? എന്നിട്ട് കേട്ടില്ലെങ്കിൽ വേണ്ട ആളിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെയും നിങ്ങളൊരു ഹീറോ കളിച്ച് അല്ല നോക്കേണ്ടത്. യു ഷുഡ് ബി ഹെൽപ്പർ അറ്റ് ഫസ്റ്റ്. എന്ത് ഹെൽപ്പ് ചെയ്യണം? അവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ കെയർ കൊടുക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. കെയർ എന്ന് പറയുമ്പോൾ CARE. C എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യണം. അവനെ ഒന്ന് കൺസിഡർ ചെയ്യണം. കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇരിക്കണം, അവനെ സംസാരിക്കണം, അവനോട് ചോദിക്കണം, അല്ലേ? അവനോട് ചോദിക്കണം. C എന്ന് പറയുന്നത് കൺസിഡർ, A എന്ന് പറയുന്നത് ആസ്ക്, R എന്ന് പറയുന്നത് റെസ്പെക്റ്റ്, E എന്ന് പറയുന്നത് എൻകറേജ്. എന്ന് പറയുമ്പോൾ അവൻ്റെ അടുത്തിരുന്ന് അവനൊന്ന് കൺസിഡർ ചെയ്യണം, അവനെ ഒന്ന് മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കണം. റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ? ഡ്രഗ് അടിച്ച് നടക്കണവനൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പോവാണോ? റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ അവനെ തൊഴുന്നതോ അവൻ ഒരുപാട് ബഹുമാനിക്കുന്നതോ അല്ല. ഒരാളുടെ കുറവുകളെ, അവൻ്റെ കഴിവുകേടുകളെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ റെസ്പെക്റ്റ്. അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ദാറ്റ്സ് റെസ്പെക്റ്റ്. ഓക്കെ, എനിക്കിത് എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെ ആയതുകൊണ്ട്, എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ട് എനിക്ക് പ്രശ്നം വന്നില്ല. പക്ഷെ അവൻ അവിടെ എന്തൊക്കെയോ അങ്ങനെ ആയതുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നു. ഇത് നിങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതാണ് ദ ബിഗ്ഗസ്റ്റ് റെസ്പെക്റ്റ്. നിങ്ങളുടെ കൂടെയുള്ള ആൾ നാളെ അങ്ങനെ ആകുമ്പോൾ ഈ റെസ്പെക്റ്റാണ് നിങ്ങൾ കാണിക്കാനുള്ളത്. അവിടെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ്? ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ പിടിക്കാൻ പോകുന്നത്, വേറെ ആരെങ്കിലും ചെയ്തോളും. എപ്പോഴും മറ്റൊരാൾ വന്ന് ഇത് ചെയ്തോളും, മറ്റൊരാൾ തിരുത്തിക്കോളും, മറ്റൊരാൾ നന്നാക്കിക്കോളും, മറ്റൊരാൾ
കൊടുത്തോളും, മറ്റൊരാൾ നിയന്ത്രിച്ചോളും, ഞാൻ എന്തിനാ പോകുന്നേ? ഇതിനെയാണ് നമ്മൾ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയും. അങ്ങനെ ആളുണ്ടോ ഈ മറ്റൊരാൾ? എല്ലാവരും മറ്റൊരാളെന്ന് ചിന്തിച്ച് അങ്ങനെ ആളുണ്ടാവോ? ഇല്ല. സോ അതുകൊണ്ട് ആ ഒരു കാര്യവും നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരും നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും, നിങ്ങൾക്ക് ഉപയോഗിക്കണം തോന്നിയാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇതെല്ലാം ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ വേണ്ട ഒരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറെയോ വളരെ ഫ്രീ ആയിട്ട് ആ സേവനങ്ങളുണ്ട്. ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ടിപ്പുകളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് ചുരുക്കി കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമാണ്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. പോരട്ടെ, ചോദ്യം. നിങ്ങൾ പ്ലസ് ടുക്കാരെ അഭിമാനം കാക്കണം കേട്ടോ. ആദ്യത്തെ ചോദ്യം വരട്ടെ. യെസ്, മൈക്കൊന്ന് കൊടുക്കൂ. ബ്രോ ഒരു മിനിറ്റ്, ആദ്യം ഒന്ന് പേര് പറയണം, എന്നിട്ട് സാറിനോട് ചോദിക്കാം. സാർ, എൻ്റെ പേര് സെവിൻ എന്നാണ്. എൻ്റെ ചോദ്യം, സാർ, ലഹരി രഹിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലഹരി വിമുക്ത കേരളം. വെരി ഗുഡ് മോനെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ആൻഡ് അവയർനെസ് ക്വസ്റ്റ്യൻ. ഏറ്റവും നല്ല ഉത്തരങ്ങൾ ഉണ്ടാകുന്നത് നല്ല ചോദ്യങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിലും ഇതിൻ്റെ ആൻസർ ഉണ്ട്. ആദ്യം നല്ല ഒരു ലഹരിമുക്തം ഉണ്ടാകാൻ നല്ലൊരു സ്റ്റുഡൻ്റ് ആകുക എന്നതിനേക്കാളുപരി നല്ലൊരു സുഹൃത്താകുക, നല്ലൊരു മകനാകുക. എന്താണ് നല്ലൊരു സുഹൃത്ത് എന്ന് തിരിച്ചറിയുക, എന്താണ് നല്ലൊരു മകൻ തിരിച്ചറിയുക. നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം മനസ്സിലുണ്ടാകേണ്ടത് എന്തായിരുന്നു? അതെങ്ങനെ അവസാനിക്കണമെന്നാണ്, അല്ലേ? അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ അവസാനിക്കണം, അല്ലെങ്കിൽ അസ് എ സൺ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇതെപ്പോഴും ധാരണയുണ്ടാകുക. ലഹരി വിമുക്ത കേരളം വാർത്തെടുക്കാൻ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കൂടെയുള്ള ഒരാൾ, ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയതുപോലെ, കൂടെയുള്ള ഒരാൾക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ മാറ്റി നിർത്താതെ ബൈസ്റ്റാൻഡർ എഫക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ എഫക്റ്റ് കാണിച്ച് മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് മാറി നിൽക്കാതെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ മുന്നോട്ട് വരിക. നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയുന്ന മറ്റൊരാളെ അതിലോട്ട് റെഫർ ചെയ്യുക. എപ്പോഴൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ മനുഷ്യനും അവരുടെ മാത്രം ചോയ്സ് അല്ല മോനെ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ID കാർഡ്, അല്ലേ? ഈ ID കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തിരിച്ചറിയാൻ, അല്ലേ? ശരി, ഞാൻ ചോദിച്ചോട്ടെ, ഒരു ID കാർഡിന് ആദ്യം എന്താ? നെയിം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോളുടെ നെയിം എന്താ? അദീനയുടെ നെയിം അദീനയുടെ ചോയ്സ് ആയിരുന്നോ? അല്ല. തൊട്ടടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ID കാർഡിൽ അദീനയുടെ ചോയ്സ് ആണോ? അല്ല. തൊട്ടടുത്ത് അച്ഛൻ്റെ പേര് അതിൻ്റെ ചോയ്സ് ആണോ? അല്ല. തൊട്ടടുത്ത് റിലീജിയൻ അതിൻ്റെ ചോയ്സ് ആണോ? അല്ല, അതുമല്ല. അടുത്ത നാഷണാലിറ്റി അതിൻ്റെ ചോയ്സ് ആണോ? ആഹാ, ഇതിൻ്റെ പേരെന്തായിരുന്നു? ID കാർഡ്. എന്തിനാ ഉപയോഗിക്കുന്നേ? തിരിച്ചറിയാൻ, അല്ലേ? അതിൽ വല്ലതും അതിൻ്റെ ചോയ്സ് ഉണ്ടോ? ഈ സത്യം, ഈ ഒരു വലിയ ബിഗ്ഗസ്റ്റ് ട്രൂത്ത് ടീച്ചേഴ്സും കുട്ടികളും സ്റ്റുഡൻറ്റും പാരൻസ് എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ഓരോന്നായി മാറുന്നത് നമ്മളുടെ മാത്രം ചോയ്സ് കൊണ്ടല്ല. ഈ തിരിച്ചറിയൽ കാർഡായിട്ട് നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ കൊണ്ട് നടക്കുന്നതിൽ പോലും നിങ്ങളുടെ ചോയ്സ് ഉണ്ടോ? ഇല്ല. ആരുടെയൊക്കെയോ ചോയ്സാണ്, അല്ലേ? നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, ഇങ്ങനെ പലരുടെയും സ്വാധീനമാണ്. ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി, സ്വഭാവം, നിങ്ങളുടെ വാശി, അസൂയ, കുശുമ്പ്, കുത്സിത പ്രവൃത്തികളുണ്ടെങ്കിൽ അത്, ദേഷ്യം അല്ലെങ്കിൽ പിണക്കം, നിങ്ങളുടെ ഇൻട്രോവേർഷൻ, നിങ്ങളുടെ എക്സ്ട്രോവേർഷൻ, ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് അല്ല മോനെ, നിങ്ങളുടെ മാത്രം ചോയ്സ് അല്ല. പല കാര്യങ്ങളും അങ്ങനെ ഒരു ഫാമിലി ജനിച്ചത് കൊണ്ട്, അങ്ങനെ ഒരു മതത്തിൽ ജനിച്ചത് കൊണ്ട്, അങ്ങനെ ഒരു പാരൻ്റ് വളർത്തിയത് കൊണ്ട്, അങ്ങനെ ഒരു സംസ്കാരത്തിൽ വന്നതുകൊണ്ട് എങ്ങനെ ആയെന്നേ ഉള്ളൂ. അപ്പോൾ ആ സത്യം തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ലഹരി വിമുക്ത കേരളത്തിന് അടിസ്ഥാനമായി സൈക്കോളജിക്കലി എല്ലാ വ്യക്തികളിലും ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. അടുത്ത ചോദ്യം. യെസ് മോളെ, ക്ലാസ്സും കൂടി പറയണേ, പേര് ക്ലാസ്സും കൂടി പറഞ്ഞ് ചോദിക്കാം.
എൻ്റെ പേര് ദേവകി നന്ദ. ഞാൻ S2 ക്ലാസ്സിലാണ്, +2-ൽ. അപ്പം എൻ്റെ ചോദ്യം, തൂഫാൻ പോലെ പല ഓപ്പറേഷൻസും നിലനിന്നിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഡ്രഗ്സ് വ്യാപിക്കുന്നു? ഇത്രയധികം ഡ്രഗ്സിൻ്റെ യൂസ്? ഓക്കെ, അതിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്നിട്ടും ഡ്രഗ്സ് വ്യാപിക്കുന്നു എന്ന് പറയുന്ന ചോദ്യം, സാർ നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടുത്തെ എക്സൈസ് സാർ പറഞ്ഞതുപോലെ, ആ വാർത്ത എന്ന് നോക്കിയാൽ അതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ആധികാരികത ഇല്ലല്ലോ. തൂഫാൻ വന്നതിന് ശേഷം ഡ്രഗ്സ് വ്യാപിക്കുന്നു എന്ന് പറഞ്ഞതിൽ നമുക്ക് തെളിവില്ല, അല്ലേ? സോ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാകണം മോനെ. കാലാകാലങ്ങളായി നമ്മളിത് നിയന്ത്രിക്കാനുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം, അല്ലേ? ഇപ്പോൾ തൂഫാൻ പോലുള്ള പരിപാടികൾ വന്നിട്ട് നിയന്ത്രിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇല്ല. അപ്പോൾ നിയന്ത്രിക്കാനുള്ള നോക്കുക. ബട്ട് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ജുഡീഷ്യറി അല്ലെങ്കിൽ ലീഗൽ ആസ്പെക്റ്റുകളാണ് എപ്പോഴും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നയിക്കുന്നത്, ശരിയല്ലേ? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ഒരു റോഡിൽ നടന്നു പോകുന്നു, ഒരു നല്ല ഇഷ്ടപ്പെട്ട് ഭക്ഷണം വിശന്നിരിക്കുകയാണ്, ഒരു കടയിൽ നല്ല ലഡുവൊക്കെ ഇരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് എടുത്ത് തിന്നാതെ? എന്തുകൊണ്ടാ? കാശില്ല, എന്നാലും അവിടെ പോയി എടുത്ത് തിന്നാത്തെന്താ? അയാൾ വഴക്ക് പറയും, അല്ലേ? അല്ലെ അയാൾ അടി തരും, അല്ലേ? സോ നമ്മുടെ ഈ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, സംവിധാനങ്ങൾ, ഈ രീതികൾ എപ്പോഴും നമ്മളെ ഒരുപാട് മൂല്യങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കും. ഞാനൊരു പെൺകുട്ടിയോട് മോശപ്പെട്ട് പെരുമാറാത്തത് എൻ്റെ മാന്യതയും എൻ്റെ സദാചാര ബോധവും കൊണ്ട് മാത്രമാണോ? ആണോ? അല്ല, നല്ല ഇടി കിട്ടുമെന്ന ബോധം കൂടി ഉള്ളതുകൊണ്ടാണ്, ശരിയല്ലേ? അപ്പോൾ അതിന് നിയമപരമായ ഇത്തരം സംവിധാനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ വീണ്ടും ഒരുപാട് കാര്യങ്ങളിലോട്ട് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഒരു മനുഷ്യനെ, നമുക്ക് സമൂഹത്തെ പല കാര്യങ്ങളിലും ഹെൽത്തി ബൗണ്ടറി എന്ന് പറയും, ആരോഗ്യപരമായ നിയന്ത്രണങ്ങൾ. അല്ല, നമുക്ക് എല്ലാവരെയും പിടിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല, ബട്ട് ആരോഗ്യകരമായ നിയന്ത്രണങ്ങൾ, ഹെൽത്തി ബൗണ്ടറികൾ സെറ്റ് ചെയ്യണം. അതിന് തൂഫാൻ പോലുള്ള പരിപാടികൾ വളരെ ആവശ്യമാണ്. വീണ്ടും ഉണ്ടാകുമ്പോൾ വീണ്ടും അപ്ഡേറ്റഡ് ആകണം. വീണ്ടും അതിനെ നമ്മൾ റിഫൈൻ ചെയ്യണം, റീഡിഫൈൻ ചെയ്യണം, റിഫൈൻ ചെയ്യണം. ഓക്കെ, യെസ്, താങ്ക് യു. അടുത്ത ചോദ്യം. പേര്, ക്ലാസ്, ചോദ്യം. എൻ്റെ പേര് അഹല്യ. ഞാൻ S3-ലാണ് പഠിക്കുന്നത്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനുള്ള നിയമപരമായ ശിക്ഷകൾ എന്തൊക്കെയാണ്? അതൊരു സൈക്കോളജിസ്റ്റ് ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻ അല്ല. നിയമപരമായത് അതിപ്പോൾ ലീഗൽ ആസ്പെക്റ്റുകളാണ്. ബട്ട് അത് നമുക്കൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ മോനെ, അതിൻ്റെ നിയമപരമായ ഒരുപാട് വശങ്ങളെ നമുക്ക് പറയേണ്ടി വരാം. ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെയോ ഒരു അഡ്വക്കേറ്റോ വന്ന് പറഞ്ഞാലാണ് അത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുക. ബട്ട് എന്തായാലും അതിനകത്ത് കുറേ ക്ലോസുകളുണ്ട്. ഇത്ര ഗ്രാമിന് മേലെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനേ പാടില്ല, ക്യാരി ചെയ്യാൻ പാടില്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആക്റ്റുകളും നിയന്ത്രണങ്ങളും ഉണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ശരിയല്ലേ? പണ്ട് ഇതേപോലെ നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്നുകൊണ്ടാകാം പണ്ട് പാക്കും കഞ്ചാവും ചൈനയും കൈനിയും ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ നിയമങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല. സോ അത്തരത്തിൽ ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. യെസ്, അടുത്ത ചോദ്യം. എൻ്റെ പേര് അക്സ. ഞാൻ S2 ക്ലാസ്സിൽ പഠിക്കുന്നു, +2-ൽ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്രണ്ട് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? കൂടാതെ അവരോട് ഇടപെടേണ്ട രീതികളും എന്തൊക്കെയാണ്? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പ്രധാനമായും നമുക്ക്, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു കൂട്ടുകാരനാണെങ്കിൽ പ്രധാനമായും നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കൂടെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ സിംറ്റംസുകൾ, ശാരീരികമായ ലക്ഷണങ്ങളുണ്ട്, പെരുമാറ്റത്തിലെ ലക്ഷണങ്ങളുണ്ട്, അവരുടെ വൈകാരികപരമായ ലക്ഷണങ്ങളുണ്ട്. ഇതിൽ ശാരീരികമായ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ, ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവരുടെ കണ്ണുകൾ ചുവന്നിരിക്കുക, ചിലപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ടാകാം, ഇല്ലെങ്കിൽ ഉറക്കമില്ലാത്തതുകൊണ്ടാകാം. അവർക്ക് കൃത്യമായി ചിലപ്പോൾ കുളി, അങ്ങനെ വൃത്തി, വസ്ത്രം, ഇതിലൊന്നും വൃത്തി ഉണ്ടാകണമെന്നില്ല. നേരത്തെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ കൃത്യമായി നേരത്തെ ഉണ്ടായിരുന്ന റൊട്ടീനിൽ നിന്നും ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ ഇവർ കൂട്ടുകൂടിക്കൊണ്ടിരുന്ന കൂട്ടുകാരോട് പിന്നെ അധികം കൂട്ടുകൂടുന്നില്ല, ഭയങ്കരമായി ദേഷ്യം കാണിക്കുന്നു. ഇവർ കൃത്യമായി ഉറങ്ങാൻ പറ്റുന്നില്ല, കൃത്യമായി വിശപ്പുണ്ടാകുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ആ സൗഹൃദപരമായ സംഭാഷണങ്ങളില്ല, നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്ന പോലെ സംസാരിക്കുന്നില്ല, നമ്മളോടൊപ്പം വന്ന് കളിക്കുന്നില്ല, കൂട്ടുകൂടുന്നില്ല, ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഫിസിക്കലി കാണാൻ പറ്റുന്ന സിംറ്റംസുകളാണ്. ഇതുപോലെ വാർണിംഗ് സൈനായിട്ട് അവരുടെ
ചില ഇമോഷണൽ കാണുന്ന പ്രശ്നങ്ങളുണ്ട്. ഇമോഷണലുണ്ട്, അക്കാഡമിക്കിലൊക്കെ ഉണ്ട് കേട്ടോ. ക്ലാസ് മുറിയിലാണെങ്കിൽ അവരുടെ പഠനത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, അവരുടെ ശ്രദ്ധക്കുറവുകളുണ്ടാകുന്നു, അവരുടെ എപ്പോഴും അവിടെ തല കുനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ വെറുതെ കിടക്കുന്നു, ക്ഷീണം ഉണ്ടാകുന്നു, ഉറക്കം ഉണ്ടാകുന്നു, അവർ കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് അവർ വയലൻ്റ് ആകുന്നു, ടീച്ചേഴ്സിനോടും അവരോടും മര്യാദയില്ലാതെ ചിലപ്പം ഇടപെടുന്നു, അവർ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യുന്നു, കാര്യങ്ങളൊന്നും ക്ലാസ്സിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ അക്കാഡമിക്കിൽ കാണിക്കാം. ഇതുപോലെ ഇമോഷണലി കാണിക്കുന്നതാണ്. അവർക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ അവർ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അതുപോലെ അവരൊരിക്കലും മറ്റേ ഉണ്ടായിരുന്ന വ്യക്തികളോട് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, വയലൻ്റ് ആകുന്നു. ഇങ്ങനെയുള്ള പല രീതിയിൽ ഇമോഷണലി ചേഞ്ചസുകളും ഉണ്ടാകാം. ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരാൾ ഡ്രഗ്സ് യൂസ് കൊണ്ട് മാത്രമാകണമെന്നില്ല. ഡ്രഗ്സ് പോലുള്ള മറ്റ് അഡിക്ഷനുകൾ, മൊബൈൽ അഡിക്ഷനും മറ്റ് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതേ സിംറ്റംസുകൾ കാണിക്കാം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. സാർ, എൻ്റെ പേര് ആൽഫി എന്നാണ്. എനിക്ക് ലഹരി ഉപയോഗിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഇതിൽ നിന്ന് 100% എങ്ങനെ എനിക്ക് അകലം പാലിക്കാൻ കഴിയും? ലഹരി ഉപയോഗിക്കാൻ താല്പര്യമില്ല? ഇല്ല, പക്ഷേ ഇതിൽ നിന്നും എങ്ങനെ എനിക്ക് 100% അകലം പാലിക്കാൻ കഴിയും? ലഹരിയിൽ നിന്നും അകലം പാലിക്കാൻ. സാർ, എനിക്ക് ലഹരി ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കേട്ടു. സന്തോഷം. പക്ഷേ അതിൽ നിന്നും 100% അകലം പാലിക്കാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന്. ഓ, വെരി ഗുഡ് അല്ലേ? അതാണ് നേരത്തെ പറഞ്ഞ മോനെ, വെരി ഗുഡ്. എനിക്കിപ്പോൾ ലഹരി ഉപയോഗിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഭാവിയിൽ അത് ഉപയോഗിക്കപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനാണ് നേരത്തെ പറഞ്ഞത്, നാളെ നമുക്കും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാം, ഇങ്ങനെ കൂട്ടുകാർ നമ്മൾ നിർബന്ധിക്കാം. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആ സമയത്ത് എൻ്റെ ഇമോഷൻ റെഗുലേഷനാണോ പ്രശ്നം? കൂട്ടുകാരത് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ? നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അല്ലേ? അവൻ ചോദിച്ച ക്വസ്റ്റ്യൻ, നാളെ എനിക്കൊരാൾ പനി വരാതിരിക്കാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? ഇമ്മ്യൂണിറ്റി കൂട്ടണം. അതുപോലെ നിങ്ങൾ നാളെ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ യു ഹാവ് ടു ബിൽഡ് ദ സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി. ബിൽഡിംഗ് ദ സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകണം, നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മുടേതായ ഒരു ഇമോഷൻ റെഗുലേഷൻ സ്കില്ലുണ്ടായിരിക്കണം. വൈകാരിക കാര്യങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിക്കാതെ മാനേജ് ചെയ്യാനുള്ള ഒരു സാമാന്യമായ ഒരു ആത്മനിയന്ത്രണം ഉണ്ടാകണം. ഇങ്ങനെയൊന്നും ഇല്ലാത്ത കുട്ടികളിലാണ് ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ വളരെ കൂടുതലായി. പിയർ പ്രഷർ കൊണ്ടോ, അല്ലെങ്കിൽ വിഷമം വരുന്നത് കൊണ്ടോ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അവൾ തേച്ചിട്ട് പോയത് കൊണ്ടോ ഒക്കെയും ഡ്രഗിലോട്ട് ചാടുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലാതെ വന്നവരാണ്. നമുക്കൊരു കുട്ടി ഡ്രഗ് യൂസ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് ചിലപ്പോൾ ഭാവിയിലായിരിക്കും പറയാൻ പറ്റുക, പക്ഷെ നമുക്കത് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പാറ്റേണിലുള്ള കുട്ടിയാണെങ്കിൽ നാളെ ഒരു പ്രശ്നം വന്നാൽ അവനത് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. അവിടെയാണ് അവോയ്ഡൻസ് കോപ്പിംഗ് സ്ട്രാറ്റജി ചെയ്യരുത് നമ്മളെപ്പോഴും പറയുക. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നത്തെ മാറ്റിവിടാൻ, ആ പ്രശ്നത്തെ മാനേജ് ചെയ്യുകയാണ് സൊല്യൂഷൻ. ആ പ്രശ്നം ഉണ്ടാകുന്ന സിറ്റുവേഷനെ തന്നെ അവോയ്ഡ് ചെയ്യുകയല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് വന്നൊരു കേസിൽ കുട്ടി സ്കൂളിൽ പോകുന്നില്ല, 1 വർഷമായി സ്കൂളിൽ പോകുന്നില്ല. അച്ഛനൊരു സീനിയർ പോലീസ് ഓഫീസറാണ്. അപ്പോൾ അച്ഛൻ ആദ്യമൊക്കെ ഹാർഷായി പെരുമാറിയത് കൊണ്ട് അച്ഛനൊരു വിഷമം ഉള്ളതുകൊണ്ട് അച്ഛൻ പിന്നെ ഒന്നും പറയുന്നില്ലായിരുന്നു. അപ്പോൾ 1 വർഷമായി കുട്ടി സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും അടുത്ത വർഷം പോകാത്തത് കൊണ്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്കത് പോകാതിരുന്നുകൊണ്ട് ഒരു വളരെ കംഫർട്ടായി, അതിലവൾ വളരെ ഡിപ്പെൻഡായി. ഇനി പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്കൂളിലിരിക്കുന്നതിനെ പറ്റി അവൾക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. യഥാർത്ഥ ബുദ്ധിമുട്ട് അവൾക്ക് അവിടെ പോകുമ്പോൾ കൂട്ടുകാരോടൊപ്പം എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ആ സിറ്റുവേഷനെ തന്നെ അങ്ങ് അവോയ്ഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ പറയുക അവോയ്ഡൻസ് കോപ്പിംഗ് സ്ട്രാറ്റജി. അതിനെ അവോയ്ഡ് ചെയ്ത്, ആ സിറ്റുവേഷനെ തന്നെ അവോയ്ഡ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തത്? അതിനെ കോപ്പി ചെയ്യാൻ, അതുമായിട്ട് പൊരുത്തപ്പെടാൻ നോക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക എന്നതൊക്കെ പറയുന്നത് നമുക്ക് ഭാവിയിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം വരാതിരിക്കാൻ ഇപ്പോഴേ എടുക്കാൻ പറ്റാവുന്ന നല്ല സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റികളാണ്. ഓക്കെ, യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ പേര് ജിയ, ഞാൻ ജെ1ലാണ്. ഇപ്പോൾ ഒരുപാട് ആൻറ്റി ഡ്രഗ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് അധികം നടത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞിടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതിന് മുമ്പിൽ നിന്ന ഒരു ആളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ലഹരിയുടെ കാര്യമായിട്ട്. അപ്പം നമ്മൾ ആരെ വിശ്വസിക്കണമെന്നുള്ളൊരു ഇതില്ലല്ലോ ഇപ്പം. അതിൻ്റെ ഒരു അഭിപ്രായം എന്താ? വളരെ നല്ല ഒരു ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യനാണ്. ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്?
അതിനെപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആൻസറാണ്, ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവായ ഒരു സാധനമാണ്. ലോക്കൽ പീപ്പിൾ കനോട്ട് അഫോർഡ് ഇറ്റ്. ഞാനിന്ന് വന്നത് ഒരു ഇന്നോവയിലാണ്. നിങ്ങൾ എന്നോട് സാർ ഒരു BMW വന്നുകൂടെ എന്ന് ചോദിച്ചാൽ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെയാണ് ഒരു ട്രസ്റ്റ്, സിൻസിയറിറ്റി, ചില വാല്യൂസ്, ക്വാളിറ്റി എന്നൊക്കെ പറയുന്നതും ഭയങ്കര എക്സ്പെൻസീവാണ്. അത് കാശിൻ്റെ അല്ല, മൂല്യത്തിൻ്റെ ബോധം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളതെല്ലാവരെയും നിങ്ങളത് പ്രതീക്ഷിക്കരുത്. അതെല്ലാവർക്കും ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. പലരും എന്നെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തെറ്റ് പറയുന്നത് വിശ്വസിച്ച ആളെയും കൂടെയാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യു ഹാവ് ടു ബി സൈക്കോളജിക്കലി ഫ്ലെക്സിബിൾ. ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം നടന്നില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എനിക്ക് സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഞാൻ ആരെ വിശ്വസിക്കും എന്ന് ചോദിച്ചൊരു ആൻസർ ഉണ്ടോ? ഞാൻ ആരും നമ്മൾ അവിശ്വസിക്കാം. യു ഹാവ് ടു ലവ് യുവർ ഇറിറ്റേഷൻ ബിക്കോസ് ദാറ്റ് ഇറിറ്റേഷൻ ടീച്ചേഴ്സ് യു വെയർ യു ആർ ലിമിറ്റഡ്. നിങ്ങളെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയോ ലിമിറ്റഡ് ആണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ്, പ്രതീക്ഷകൾ. അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ വയ്ക്കരുത്. മറ്റൊരാൾ എൻ്റെ ലൈഫിൽ എല്ലാം നന്നാക്കി തരും, മറ്റൊരാൾ എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും, മറ്റൊരാൾ എൻ്റെ ലൈഫിൽ എപ്പോഴും നല്ലത് മാത്രം ചെയ്തു തരും. യു ഷുഡ് നോട്ട് എക്സ്പെക്ട് ദാറ്റ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു ആർ. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലീഡ് യുവർ ലൈഫ്. എൻ്റെ ലൈഫിൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്, എന്നെ സ്നേഹിക്കേണ്ടത്, എന്നെ മാനേജ് ചെയ്യേണ്ടത്, എന്നെ നല്ല നിലയിൽ എത്തിക്കേണ്ടത്, ഇതൊക്കെ എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളെ വിശ്വസിക്കുക എന്നതിനേക്കാൾ ഉപരി ദ റിയൽ വേർഡ് ഈസ് യു ഷുഡ് നോട്ട് ഡിപ്പെൻഡ് സംവൺ എൽസ് ഫോർ എവറിത്തിങ് എന്ന് കരുതി ആരോടും മിണ്ടരുതെന്നാണോ? യു ഹാവ് ടു കണക്ട് ടു മെനിത്തിങ് അറ്റാച്ച് ടു നത്തിങ് എന്നാണ്. നമ്മളെല്ലാവരോടും കണക്റ്റഡ് ആകണം, എല്ലാവരോടും സംസാരിക്കണം, എല്ലാവരോടും മിണ്ടണം. പക്ഷെ ആരോടും ഇമോഷണലി ഡിപ്പെൻഡഡ് ആകരുത്. നാളെ ഇല്ല, ഓക്കെ ഫൈൻ, അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി ആദ്യമേ കണക്റ്റഡ് ടു മെനിത്തിങ് അറ്റാച്ച് ടു നത്തിങ്.